ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ പേര് റെൻഡർ ഫോറസ്റ്റ് എന്നാണ്. നമ്മൾ ഇതിന് മുമ്പും ഈ ഒരു വെബ്സൈറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കെങ്ങനെ ഈ ഒരു വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി എങ്ങനെ ലോഗോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിനായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് റെൻഡർ ഫോറസ്റ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട് ഇങ്ങനെ ഒരു ഭാഗത്തോട്ടായിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് തറയിലായിട്ട് 2-3 ഓപ്ഷൻസ് കാണും. അതിനകത്ത് തന്നെ ലോഗോ മേക്കർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് നമ്മുടെ ലോഗോയ്ക്കകത്ത് കൊടുക്കാനുള്ള നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. തറയിലായിട്ട് എൻ്റർ യുവർ ബ്രാൻഡ് നെയിം എന്നുള്ള ആ ഒരു ബോക്സിനകത്തോട്ട് നിങ്ങൾക്ക് ലോഗോയ്ക്കകത്ത് കൊടുക്കാനുള്ള നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം എൻ്റെ ചാനലിൻ്റെ നെയിമായ SBVLOGS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, തറയിലായിട്ട് നമുക്ക് ഗെറ്റ് മൈ ലോഗോ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ടൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിനി ലോഗോയുടെ ഒക്കെ അടിയിലായിട്ട് ഇനി എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും നമുക്ക് youtube.com എന്നല്ല എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതായിരിക്കും. ഞാൻ ഒന്നും കൊടുക്കാൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റൈലുകൾ വരുന്നതായിരിക്കും. നമുക്കിപ്പം എംബ്ലംസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലൊന്ന് സെലക്ട് ചെയ്യാം. ആ ഒരു സ്റ്റൈലുള്ള ഒരുപാട് ലോഗോസുകൾ പിന്നീട് ഇവിടെ വരുന്നതായിരിക്കും. കാരണം ഞാനിപ്പോൾ സെലക്ട് ചെയ്ത സ്റ്റൈലുള്ള ഒരുപാട് ലോഗോസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഈ ഒരു സ്റ്റൈൽ മാത്രമല്ല, നമുക്ക് വേറെ ഒരുപാട് സ്റ്റൈൽ കിട്ടുന്നുണ്ട്. ആ ഒരു സ്റ്റൈലൊക്കെ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ഒരുപാട് ലോഗോസുകൾ വരുന്നതായിരിക്കും. ഇനി ഞാൻ ഏതെങ്കിലും ഒരു ലോഗോ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു ലോഗോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. തറയിലായിട്ട് എഡിറ്റ് ആൻഡ് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാൻ തറയിലെടുത്ത ആ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ പിന്നീട് ഒരു ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ പിന്നീട് വരും. ഒന്നുകൂടെ ഒന്ന് ആ ഒരു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒക്കെ നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വേറൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ലോഗോ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ആയിട്ട് ഇവിടെ ഒന്നുകൂടെ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് തറയിലായിട്ട് ഡൗൺലോഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം ആ ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഗാലറിയിലോട്ട് ഈ ഒരു ലോഗോ ഡൗൺലോഡായി വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പിലുള്ള ലോഗോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അന്നേരം നിങ്ങളും ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.